CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു കയറാൻ കഴിയാത്ത കോൺഗ്രസ് എന്നായിരുന്നു നേരത്തെ ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും CPM വിമർശിച്ചത്. എന്നാൽ CPM അവരെ കളിയാക്കിയത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. CPM-ന്റെ പൊന്നാപുരം കോട്ടകളിൽ, CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ, CPM അറിയാതെ ഒരീച്ചയ്ക്ക് പോലും കടന്നു കയറാൻ ചെല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ CPM-ന്റെ എല്ലാ ഭീഷണികളെയും മറികടന്ന്, CPM-ന്റെ എല്ലാ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും മറികടന്ന് അവിടെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മലപ്പട്ടത്ത് ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നില്ല. മലപ്പട്ടത്ത് മത്സരിക്കാൻ തയ്യാറായ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്, കേരളം കണ്ടതാണ്. എന്നാൽ മറ്റിടങ്ങളിൽ CPM ഏകപക്ഷീയമായി ജയിച്ചിരുന്ന കണ്ണൂർ ജില്ലകളിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കോൺഗ്രസ് ഒരു കൊടുങ്കാറ്റ് കണക്കെ കടന്നു ചെന്നത് കേരളം കണ്ടുകഴിഞ്ഞു. ഇനിയും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2030 നടക്കുമ്പോൾ കേരളത്തിലെ ഒരു പാർട്ടി ഗ്രാമം പോലും ഉണ്ടാകില്ല. എല്ലാ ഇടങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസും UDF-ഉം ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അത്രത്തോളം മികച്ച സംഘടനാ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിൽ CPM-ന്റെ കോട്ടകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞത്. കണ്ണൂർ ജില്ല ഒരു കാലത്ത് നഗരപ്രദേശങ്ങൾ എന്നും കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോഴും മലപ്പട്ടവും പോലുള്ള പ്രദേശങ്ങൾ, കുത്തുപറമ്പ്, പാനൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ CPM-ന് കൃത്യമായ സ്വാധീനമുണ്ടായിരുന്നു. CPM പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാ ഇടങ്ങളിലും CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ പുതിയ കാറ്റ് ആ പാർട്ടി ഗ്രാമങ്ങളിൽ വീശാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ സധൈര്യം നെഞ്ചി വിരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താനും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താനുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ പാർട്ടി ഗ്രാമങ്ങളിൽ ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റുമാരെ മർദ്ദിക്കുന്ന കാഴ്ച, അവരെ വെട്ടിക്കൊലപ്പെടുത്തിയ ചരിത്രമടക്കം കണ്ണൂർ ജില്ലയിലുണ്ട്. എന്നാൽ ഇന്ന് CPM-കാരന്റെ മുഖത്ത് നോക്കി ജനാധിപത്യം സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള തന്റേടവും ത്രാണിയും കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് വിരലിലെണ്ണാവുന്ന ചില വാർഡുകളിലൊഴികെ മറ്റെല്ലാ ഇടങ്ങളിലും UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കാനുണ്ട്. അത്തരം ജനാധിപത്യത്തിന്റെ പ്രാണവായു പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി പാർട്ടി ഗ്രാമങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. ജനാധിപത്യത്തിന്റെ കാറ്റ് കണ്ണൂർ ജില്ലയിലേക്കെമ്പാടും വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. K. സുധാകരനും സതീശൻ പാച്ചേനിയും അതോടൊപ്പം മാർട്ടിൻ ജോർജും TO മോഹനനും N. രാമകൃഷ്ണനും P. രാമകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിന്റെ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നതുമായ നേതാക്കന്മാർ സഹനത്തിലൂടെ, പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പറപ്പിക്കാൻ കഴിയാത്ത, ത്രിവർണ്ണ പതാക ഉയർത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ കോൺഗ്രസിന്റെ പതാക പാറാൻ തുടങ്ങിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കണ്ണൂരിലെ CPM-ന്റെ പാർട്ടി മേഖലകളിലെ ആധിപത്യത്തിന് അവസാനം കുറിക്കാൻ പോവുകയാണ്. എന്തായാലും കണ്ണൂർ ഇപ്പോൾ പഴയ ചുവപ്പല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ അടക്കം തച്ചുടയ്ക്കുന്ന തരത്തിലേക്ക് ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യം കണ്ണൂരിലെ ജനങ്ങൾ ശിരസാ ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്.